ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖായിരിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള ഒരു മാസൺ ജാർ ഡെക്കറേഷൻസ് ആണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ളൊരു ജാമിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം നിങ്ങളെ കയ്യിലുള്ള അച്ചാറിൻ്റെ ബോട്ടിൽ അല്ലെങ്കിൽ സോസിൻ്റെ, അപ്പോൾ അങ്ങനെ ഏത് ബോട്ടിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ ബോട്ടിലേക്ക് ഇങ്ങനെ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഞാൻ ഈ ബോട്ടിലിൻ്റെ താഴെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ മേലോട്ട് ഒരു ട്രയാങ്കിളിൻ്റെ ഒരു രീതിയിലൊന്നിങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഫെവിക്കോളിൽ വെള്ളമൊന്നും ചേർക്കാത്ത ഒരു ഡയറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ കേട്ടോ. നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള ഒരു ബോട്ടിൽ ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു ക്രിസ്മസ് ട്രീയുടെ ആ ഒരു രീതിയിൽ കിട്ടാനായിട്ട് ഇങ്ങനെ ഇതുപോലെ നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ബോട്ടിലിൽ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഗ്ലിറ്റർ പൗഡറാണ്. നല്ല ഫൈനായിട്ടുള്ള ഒരു ഗ്രീൻ കളറുണ്ട്. അത് പക്ഷേ നല്ലൊരു ഫ്ലൂറസൻ ടൈപ്പ് കളറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരു ടൈപ്പ് ഉണ്ട് എൻ്റെ കയ്യിൽ, ഡാർക്ക് ഗ്രീൻ. അപ്പോൾ ആദ്യം ഞാൻ ആ ഒരു ഗ്രീൻ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് എനിക്ക് ബ്രദർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നതാണ്. നല്ല ഫൈനായിട്ടുള്ളൊരു പൗഡറാണ് കേട്ടോ. പക്ഷേ ആ ഒരു ഗ്രീൻ കളർ ഇങ്ങനെ ഞാൻ ആ ഒരു ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടുള്ളൊരു ഭാഗത്ത് ഇട്ട് കൊടുത്തപ്പം അത്ര ഒരു നല്ലൊരു കളറല്ല. ഗ്രീനും പേർപ്പിളും എല്ലാം കൂടെ അങ്ങനെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. അപ്പോൾ എനിക്ക് ആ ഒരു കളർ അത്ര ഇഷ്ടമായിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ആ ഒരു ഫ്ലൂറസൻ്റ് ഗ്രീൻ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ഭാഗത്ത് ഇട്ട് നോക്കിയപ്പം നല്ലൊരു കളർ എണ്ണായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത എല്ലാ ആ ഒരു ട്രയാങ്കിളിൻ്റെ ആ ഭാഗത്തും ഞാൻ ആ ഒരു ഗ്രീൻ കളർ ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ക്രിസ്മസ് ട്രീയുടെ ആ ഒരു ലുക്ക് കിട്ടാനായിട്ടാണ്. പക്ഷേ ഇതൊരു ഫ്ലൂറസൻ കളറാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല ഡാർക്ക് ഗ്രീൻ ഗ്ലിറ്റർ പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക കേട്ടോ. കുറച്ചുകൂടെ നല്ലൊരു ഭംഗി ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു ബോട്ടിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഗ്രീൻ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് ഞാൻ കുറച്ചും കൂടെ ആ ഒരു ഗ്രീനും കൂടെ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളെ ബോട്ടിൽ ഇങ്ങനെ ഏകദേശം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ബാക്കി ഭാഗത്ത് ഇങ്ങനെ ചെറുതായിട്ടൊരു ഡെക്കറേഷൻ കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് ഞാനിവിടെ ഫെവിക്കോൾ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ക്രിസ്മസ് ട്രീ ചെയ്തിട്ടുള്ള ഒരു ബാക്കി ഭാഗത്തൊക്കെ നമ്മൾ ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സിൽവർ കളർ ഗ്ലിറ്റർ പൗഡറാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു ഫെവിക്കോൾ അപ്ലൈ ചെയ്ത ഭാഗത്തൊക്കെ ആ ഒരു സിൽവർ കളർ ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് 2 ടൈമായിട്ട് ചെയ്യുന്നത് ആ ഒരു ഗ്രീനിലേക്ക് മിക്സ് ആവാതെ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ഗ്രീനിലേക്ക് ആവാതെ നല്ല നീറ്റായിട്ട് തന്നെ ആ ഒരു പോയിൻ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗത്തൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നല്ല ഫൈനായിട്ടുള്ള ഒരു ടൈപ്പ് ഗ്ലിറ്റർ പൗഡറാണ്. ഇതിനേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു നല്ലത് ഇങ്ങനെ കുറച്ചൊരു ഫ്ലേക്സ് ആയിട്ടുള്ള ടൈപ്പ് ഗ്ലിറ്റർ പൗഡർ ആയിരിക്കും തോന്നും. അപ്പോൾ അങ്ങനെ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ആ ഒരു സിൽവർ കളർ ഇട്ട് റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ആ സിൽവർ കളർ ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ ആ ഒരു ഗ്രീൻ കളർ നന്നായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലൂറസൻ്റ് ഗ്രീനേക്കാളും കുറച്ചുകൂടി ഡാർക്ക് ഗ്രീൻ ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവുമായിരുന്നു. ആ ഒരു സിൽവറും ആ ഒരു ഗ്രീനും കൂടെ ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. ശരിക്കും ആ ഒരു ക്രിസ്മസ് ട്രീ പോലെ നമുക്ക് എടുത്ത് ഇങ്ങനെ കാണുകയും ചെയ്യും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമുക്ക് ഈ ബോട്ടിൽ ആ ഒരു നെക്കിൻ്റെ സൈഡിൽ ചെറുതായിട്ടൊന്നിങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ജൂൾത്തോട്ടൊന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ജൂട്ടോടും കൂടി ഒട്ടിച്ചു കൊടുത്തപ്പോൾ നല്ലൊരു നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ ഇതിന് പകരം കുറച്ചും കൂടെ വേണമെങ്കിൽ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഗ്ലിറ്റർ ഷീറ്റ് കൊണ്ട് സ്റ്റാർ പോലെയൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. ഞാൻ പക്ഷേ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. വളരെ ഈസി ആയിട്ട് ഇങ്ങനെ തന്നെ ഒന്ന് ഇങ്ങനെ ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ബോട്ടിലെ താഴെ ഭാഗത്തേക്ക് ഇങ്ങനെ ഗ്ലിറ്റർ പൗഡർ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അവിടെ നമുക്കൊരു സ്നോൻ്റെ ഒരു എഫക്റ്റ് കിട്ടാനായിട്ട് ഞാനിതിൽ എക്സെല്ലിൻ്റെ പൗഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരം അതിൻ്റെ ഒരു പുറത്ത് ഭാഗത്ത് താഴെ വേണമെങ്കിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് എക്സെല്ലിൻ്റെ പൗഡർ ഇട്ടിട്ട് ആ ഒരു സ്നോൻ്റെ എഫക്റ്റ് വരുത്താം. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ പെയിൻ്റൊക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പെയിൻ്റൊന്നും യൂസ് ചെയ്യാതെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഗ്ലിറ്റർ പൗഡറൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു സിമ്പിളായിട്ടൊരു ബോട്ടിലായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഗ്ലിറ്റർ പൗഡർ വെച്ചിട്ടൊരു ക്രിസ്മസ് സ്പെഷ്യൽ ബോട്ടിലായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് എനിക്ക് കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ഈ ഒരു ഫ്ലൂറസൻ്റ് ഗ്രീനേക്കാൾ നല്ല ഡാർക്ക് ഗ്രീൻ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുറച്ചുകൂടി നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മളുടെ ആ ഒരു ബോട്ടിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.